മുൻ DGP ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ അഴിമതി കേസിൽ കേന്ദ്ര സർക്കാരിന് പിഴ ചുമത്തിയ നടപടി സുപ്രീം കോടതി പിൻവലിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അപേക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. തെറ്റായ വിവരം നൽകിയതിന് 25,000 രൂപയാണ് പിഴയിട്ടിരുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഭീംകുമാർ, മുൻ DGP ആയിട്ടുള്ള ജേക്കബ് തോമസിനെതിരായ ഈ ഡ്രഡ്ജർ അഴിമതി കേസിൽ കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോഴായിരുന്നു ഈ തെറ്റായ വിവരം കോടതിയെ അറിയിച്ചതിന് കേന്ദ്ര സർക്കാരിന് 25,000 രൂപ പിഴ നൽകിയത്. അതായത് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ച വിവരം സംസ്ഥാന സർക്കാർ അത് തെറ്റാണെന്ന് അറിയിക്കുകയും തുടർന്ന് കോടതി പിഴ ചുമത്തുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇന്നിപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട അക്കാര്യം കോടതി അറിയിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ഈ അപേക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പിഴ ചുമത്തിയ നടപടി പിൻവലിച്ചിരിക്കുന്നത്. ഈ 25,000 രൂപ പിഴ ചുമത്തിയ ആ നടപടിയാണ് ഇപ്പോൾ ഈ കേസിൽ പിൻവലിച്ചിരിക്കുന്നത്. മുൻ DGP ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ അഴിമതി കേസിൽ കേന്ദ്ര സർക്കാരിന് പിഴ ചുമത്തിയ നടപടി സുപ്രീം കോടതി പിൻവലിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അപേക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.